ട്രോഫിക്കുള്ള ടീമുകൾ പ്രഖ്യാപിക്കാനുള്ള അവസാനത്തെ തീയതി ജനുവരി 12 പക്ഷേ ഫെബ്രുവരി 13 വരെയും ടീമുകൾക്ക് ഇത് മാറ്റം വരുത്താം. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ 15 അംഗ സാധ്യത ടീമാണ്. രോഹിത് ശർമ്മ മോശം ഫോമിലാണെങ്കിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനം രോഹിത് ശർമ്മ തന്നെയായിരിക്കും. ജയ്സ്വാൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡിയെ രോഹിത് ശർമ്മയുടെ കൂടെ ഇറങ്ങുക. ICC ടൂർണമെന്റിൽ രോഹിത് ശർമ്മ ഫോം കണ്ടെത്താറുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അതൊരു പ്രതീക്ഷ തന്നെയാണ്. ജയ്സ്വാളിന് പകരം ശുഭ്മാൻ ഗില്ലിനെ ടീമിലെടുക്കോ എന്ന് മാത്രം നമ്മൾ കണ്ടറിഞ്ഞാൽ മതി. ഏതോ രാജ്യത്തിലെ പ്രിൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശുഭ്മാൻ ഗിൽ ടീമിൽ സ്ഥാനം കണ്ടെത്താനും ചാൻസ് ഉണ്ട്. ഇന്ത്യയുടെ ഏറെ നിർണായകം വഹിക്കാൻ പോകുന്നത് മിഡിൽ ഓർഡർ തന്നെയായിരിക്കും. അതിൽ വിരാട് കോഹ്ലിയുടെ സ്ഥാനം ഉറപ്പാണ്. ഇന്ത്യയുടെ 4ാം നമ്പറിൽ ആര് കളിക്കുമെന്ന് തന്നെയായിരിക്കും ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ശ്രേയസർ അല്ലെങ്കിൽ KL രാഹുൽ ആവാനാണ് കൂടുതൽ ചാൻസ്. ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ഇതിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി കളിക്കാൻ പോകുന്നത് ഋഷഭ് പന്ത് തന്നെയായിരിക്കും. പക്ഷേ സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. വേറെ ആർക്കും അധികം ചാൻസ് കാണുന്നതുമില്ല. 6ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ചിലപ്പോൾ കൂടെ നിതീഷ് റെഡ്ഡിയും വരാൻ ചാൻസ് ഉണ്ട്. ഓൾറൗണ്ടർമാരിൽ വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ ഇവർ 3 പേര് 2 പേരെങ്കിലും സ്ഥാനം കണ്ടെത്താൻ ചാൻസ് കൂടുതൽ. മുഹമ്മദ് ഷമിയുടെ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷയായിരിക്കും ഇന്ത്യൻ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ. T20 ലോകകപ്പിലെ വിജയ കൂട്ടുകെട്ടായ ഹർഷദീപ് സിംഗ് ബുംറ കൂട്ടുകെട്ട് ഇതിലും തുടരും. കുൽദീപ് യാദവ് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഫസ്റ്റ് സ്പിന്നർ. ഇന്ത്യയുടെ 3rd സീമറായി മുഹമ്മദ് സിറാജ് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്തുക. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പുറത്തായതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്കും ഗംഭീറിനും വളരെ വിലപ്പെട്ടതാണ്. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, KL രാഹുൽ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ബുംറ, സിറാജ്, ഹർഷദീപ് സിംഗ് ഇവരൊക്കെ തന്നെയായിരിക്കും ഇന്ത്യയുടെ 11. സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, നിതീഷ് റെഡ്ഡി, അക്ഷർ പട്ടേൽ തുടങ്ങിയവരും ഇന്ത്യയുടെ 15 ടീമിൽ ഉൾപ്പെട്ടേക്കാം.